പാലക്കാട് ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മൊഴിയെടുത്തു. ഇരുവരുടെയും വീടുകളിലെത്തിയാണ് മൊഴിയെടുത്തത്. പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിലെ മുറിയിലേക്ക് പോലീസ് അനധികൃതമായി കടന്നു കയറിയെന്ന് കാണിച്ച് നവംബർ 7-ന് DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വളരെ വിശദമായ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ നടത്തിയിട്ടുള്ള അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ഒന്നും ലഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ നൽകിയിരുന്നത്. പക്ഷേ അത് പോലീസിന്റെ ഭാഗം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ, പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ കുറച്ചു നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിച്ചവരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ നിലപാടിനെ ഒരു കാരണവശാലും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ വൈകി, ഒരു മാസക്കാലം കഴിഞ്ഞ് GD എൻട്രി പോലും ഇല്ലാതെ, GDയിൽ പോലും രേഖപ്പെടുത്താതെ ഈ പോലീസിന്റെ നടന്നിട്ടുള്ള ഈ നായാട്ട് അല്ലെങ്കിൽ ഈ അസംബന്ധ നാടകം അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണിയും BJPയും ആലോചിച്ച് നടത്തിയതാണെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ വിജയത്തിലൂടെ അതിന് മറുപടി പറയാൻ, രാഷ്ട്രീയമായി മറുപടി പറയാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്ത ആ നിലപാടിൽ ഞങ്ങൾക്ക് വെള്ളം ചേർത്ത് പോകാൻ കഴിയില്ല. റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് മുറിയിൽ താമസിച്ചിരുന്നത് BJPയുടെ 4 വനിതാ നേതാക്കന്മാരാ. അവരെ മുറി സെർച്ച് ചെയ്തില്ല. എന്നെ ഷാനി ചേച്ചിയെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ റെയ്ഡ് എന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണ കേസും അതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയും അടക്കമുള്ള കേസുകളിൽ മുഖം നഷ്ടപ്പെട്ട് CPMന്റെ BJPയുടെ നേതാക്കന്മാർ നിൽക്കുമ്പോൾ അതിൽ നിന്ന് കോൺഗ്രസ്സുകാരെ കൂടി കള്ളപ്പണാക്കുക. അതിന് ഈ പാവപ്പെട്ട സ്ത്രീകളോട് എന്ത് പഴിച്ചു? ഞങ്ങളെ അപമാനിച്ച റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. അതിന് ഉത്തരവിട്ട അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ കേസെടുക്കണം.